സുപ്രഭാതം. കഴിഞ്ഞ TBTയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നാം നമ്മുടെ ഫാബ്രിക്കേഷൻ ജോലിയിൽ പ്രാവീണ്യമുള്ളവളാവണം എന്നാണ്. ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ എഴുതി വച്ചിട്ടുണ്ട്, എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ. എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ. എഫിഷ്യൻസിയാണ്, പ്രാവീണ്യമാണ് ലൈഫിനെ ഈസിയറാക്കുന്നത്, ജീവിതത്തെ ഈസിയറാക്കുന്നത്, ജീവിതത്തെ ആയാസരഹിതമാക്കുന്നത്, രസകരമാക്കുന്നത്. ഫാബ്രിക്കേഷൻ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനമായിരിക്കണം. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്ന തരത്തിലായി മാറരുത്. അങ്ങനെ വേണമെങ്കിൽ ആ ജോലിയെക്കുറിച്ച് അഗാധമായ ജ്ഞാനം വേണം. ഒരു ജീവിതായുസ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഫാബ്രിക്കേഷൻ എന്ന മഹാസമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചു തീർക്കാനാവില്ല. എങ്കിലും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ചില ധാരണകൾ കണ്ടുവരാറുണ്ട്. കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനറിയാം, ഞാനൊരു ഫാബ്രിക്കേറ്ററായി എന്നൊരു തോന്നൽ. കുറച്ച് ഡ്രില്ല് ചെയ്യാനറിയാം, ഞാനൊരു ഫാബ്രിക്കേറ്ററായി എന്നൊരു തോന്നൽ. കുറച്ച് ബെൻഡിങ് അറിയാം, ഞാനൊരു ഫാബ്രിക്കേറ്ററായി എന്നുള്ള തോന്നൽ. ആർക്കാണ് ഞാൻ എന്തോ മഹത്തായ വ്യക്തിയായി എന്ന് തോന്നുന്നത്? ഇതിനു മുന്നേ എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയുടെ രത്ന ചുരുക്കം ഞാൻ പറയുകയാണ്. കഥയല്ല, സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് വലിയ അഹങ്കാരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് എല്ലാം അറിയാമെന്നുള്ള ഒരു തോന്നൽ. ഞാൻ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഞാൻ ബയോളജി പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹിസ്റ്ററിയെക്കുറിച്ച് എനിക്കറിയാം, ജോഗ്രഫിയെക്കുറിച്ച് എനിക്കറിയാം, മലയാളം ഗ്രാമറിനെ കുറിച്ചറിയാം, മലയാളം സാഹിത്യത്തെക്കുറിച്ചറിയാം. അങ്ങനെ എല്ലാം അറിയാമെന്നുള്ള ഒരു തോന്നൽ, ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുടർന്ന് ഈ വിദ്യാർത്ഥി പഠിക്കാൻ പോകുന്നത് എവിടേക്കാണ്? +1ലേക്ക്, +2ലേക്ക്, പ്രീ ഡിഗ്രി ലെവലിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. അവിടെ ഈ പറഞ്ഞ എല്ലാ വിഷയവും പഠിക്കുന്നുണ്ടോ? ഇല്ല. മാത്തമാറ്റിക്സ് മുഴുവനും, സയൻസും, ഇംഗ്ലീഷ് ഗ്രാമറും, ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അങ്ങനെ എല്ലാം പഠിക്കുകയാണോ? ഇല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ്, ഏകാഗ്രത അർപ്പിച്ച് പഠിപ്പിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാ വിഷയങ്ങളും പഠിക്കുന്നില്ല. ഒരുപക്ഷെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയമായിരിക്കാം, അതിനോടൊപ്പം ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടായിരിക്കും. അങ്ങനെ വളരെ കുറഞ്ഞ വിഷയങ്ങളേ ഉള്ളൂ. എങ്കിൽ പോലും പഠനം 2 വർഷക്കാലമാണ്. +1 എന്നും +2 എന്നും, അല്ലെങ്കിൽ മുമ്പാണെങ്കിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നും സെക്കൻഡ് ഇയർ എന്നും ഒക്കെ പറഞ്ഞ് വളരെ കുറച്ച് വിഷയമേ ഉള്ളൂ. പക്ഷെ പഠിക്കുന്നത് കൂടിയ കാലഘട്ടം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, കൂടുതൽ അതിൽ ഏകാഗ്രത വെച്ചുകൊണ്ട് പഠിക്കുന്നു. അപ്പോ കേവലം ഒരു മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഫിസിക്സ് എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഇത്രയധികം പഠിക്കാനുണ്ടെങ്കിൽ അതുപോലുള്ള മറ്റു വിഷയങ്ങളിൽ, ജോഗ്രഫി എന്ന വിഷയത്തിലും
ഇംഗ്ലീഷ് ഗ്രാമർ എന്ന വിഷയത്തിലും ഹിന്ദി എന്ന വിഷയത്തിലും അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ എന്തുമാത്രം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം പഠിക്കാനുണ്ടാകുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അഹങ്കാരത്തിന് ലേശം കുറവ് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ നിന്ന് പ്രീ ഡിഗ്രി ലെവലിലേക്ക്, +1 +2 ലെവലിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് അഹങ്കാരം മുമ്പത്തേതിൽ നിന്ന് ഇത്തിരി കുറവായി കാണാനിട വരുന്നുണ്ട്. തുടർന്ന് എവിടേക്കാണ് ഈ വിദ്യാർത്ഥി പോകുന്നത്? +2 കഴിയുമ്പോൾ ഡിഗ്രി ലെവലിലേക്ക്, ബിരുദത്തിനായിട്ടാണ് പോകുന്നത്. അവിടെ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പഠിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചെറിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കുന്നതോ ഏകദേശം 3 വർഷക്കാലമാണ്, ചിലപ്പോൾ 4 വർഷക്കാലമാണ്. കൂടിയ കാലം പഠിക്കുന്നു. ഒരൊറ്റ വിഷയത്തിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ചില വിഷയങ്ങളിലോ മാത്രം ഏകാഗ്രത വെച്ചുകൊണ്ട് ഇത്രയേറെ പഠിക്കാനുണ്ടെങ്കിൽ അതുപോലുള്ള എത്ര വിഷയങ്ങളുണ്ട്? പ്രീ ഡിഗ്രി ലെവലിലായിരുന്നപ്പോൾ അതുപോലുള്ള എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ അതുപോലുള്ള എത്രയോ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ബിരുദത്തിനെത്തിയപ്പോൾ അവയിൽ നിന്നെല്ലാം ഏകാഗ്രത, അതിനെയെല്ലാം പിഴിഞ്ഞെടുത്ത് ഒരൊറ്റ വിഷയത്തിലേക്ക് ഏകീകരിച്ചുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ സമഗ്രമായി പഠിക്കുന്നു. അപ്പോൾ മുമ്പുണ്ടായ അഹങ്കാരം കുറഞ്ഞു എന്ന് പറയുകയാണ്. 10ാം ക്ലാസ്സുകാരനുണ്ടായ അഹങ്കാരം +2 ലെവലിലെത്തിയപ്പോൾ കുറഞ്ഞു. +2 ലെവലിലുണ്ടായ കേവലം അഹങ്കാരം പോലും ബിരുദത്തിന്റെ സമയത്ത് കുറഞ്ഞു. തുടർന്ന് എവിടേക്കാണ് പോകുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷനാണ് പോകുന്നത്, ബിരുദാനന്തര ബിരുദത്തിനാണ് പോകുന്നത്. അവിടെ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ വിഷയങ്ങളിലെ വീണ്ടും സത്ത് എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വിഷയമോ അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളും മാത്രമാണ്. പക്ഷെ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കുന്നു. അഹങ്കാരം അപ്പോൾ പടിപടിയായി കുറഞ്ഞു വരികയാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് പ്രീ ഡിഗ്രി ലെവലിലേക്ക്, +1 +2 ലെവലിലെത്തിയപ്പോൾ അഹങ്കാരം കുറഞ്ഞു, അതിൽ നിന്ന് വീണ്ടും കുറഞ്ഞു. ബിരുദത്തിലേക്ക് എത്തിയപ്പോൾ അതിൽ നിന്ന് വീണ്ടും കുറഞ്ഞു. ബിരുദാനന്തര ബിരുദത്തിലേക്ക് തുടർന്നും പഠിക്കുകയാണ്. പഠിച്ച് അവസാനത്തെ പഠനം എന്ന നിലയിൽ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയാണ്, ഡോക്ടറേറ്റ് എടുക്കാൻ പോവുകയാണ്. എന്ത് വിഷയത്തെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്നത്? ഏതെങ്കിലും ഒരു ചെറിയ സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും, വിഷയത്തെക്കുറിച്ചായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കുന്നു. മാത്തമാറ്റിക്സ് മുഴുവനായിട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. മാത്തമാറ്റിക്സിൽ ഏതെങ്കിലും ഒരു ചെറിയ അംശത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള എത്ര വിഷയങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോ ഡോക്ടറേറ്റ് എടുക്കുന്നൊരു വിദ്യാർത്ഥിക്ക് എനിക്കൊന്നും അറിയില്ല, ഈ അനന്ത അജ്ഞാതമായ ഈ പ്രപഞ്ചത്തിലെ നിരവധിയായ വിഷയങ്ങളിലെ ഒരു വിഷയത്തെ പോലും സമഗ്രമായി ഉൾക്കൊള്ളാൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന നിലയിലേക്ക് താഴുകയും അഹങ്കാരം ദൂരെ പോവുകയും ചെയ്യുന്നു. അപ്പോ എത്രമാത്രം നമുക്ക് അറിവ് കിട്ടുന്നുവോ അതിനനുസരിച്ച് അഹങ്കാരം ദൂരെ പോകുന്നു. അതുകൊണ്ട് ഒരു ഫാബ്രിക്കേറ്റർ ആവുന്നത് കുറച്ചു നേരം ഗ്രൈൻഡ് ചെയ്യാൻ പഠിച്ചത് കൊണ്ടോ, കുറച്ച് കട്ട് ചെയ്യാൻ പഠിച്ചത് കൊണ്ടോ, കുറച്ച് ബെൻഡ് ചെയ്യാൻ പഠിച്ചത് കൊണ്ടോ അല്ല. ഇതിന്റെ എല്ലാ മേഖലയിനെ കുറിച്ചുള്ള അറിവ് വളർത്തിക്കൊണ്ടേയിരിക്കുക, ഏറ്റവും ഇസഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. ഏറ്റവും ആദ്യത്തെ ജോലിയായിട്ട് ഫാബ്രിക്കേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഡിസൈൻ ചെയ്യണമല്ലേ, അത് വരയ്ക്കണമല്ലേ, അതിന്റെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി എടുക്കണമല്ലേ, കൃത്യമായി എടുക്കണം, ആക്യുറസിയോടുകൂടി എടുക്കണം, കൃത്യതയോടുകൂടി എടുക്കണം. അങ്ങനെ എല്ലാ ജോലികളിലും പ്രാവീണ്യമുള്ളതാവണം, കാൽക്കുലേഷനുകളിൽ പ്രാവീണ്യമുള്ളതാവണം, ട്രിഗണോമെട്രിയിൽ പ്രാവീണ്യമുണ്ടാവണം, മറ്റു മാത്തമാറ്റിക്സുകളിൽ പ്രാവീണ്യമുണ്ടാവണം, ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം.
സർക്കസുകാരന് പ്രാവീണ്യമുള്ള പോലെ പ്രാവീണ്യമുണ്ടാവണം. സർക്കസുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചാൽ 1 മണിക്കൂറിലേറെ എനിക്ക് സംസാരിക്കാനുണ്ടാവുമെന്നതിനാൽ സർക്കസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. മറ്റൊരു എപ്പിസോഡിൽ സർക്കസുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാം. അങ്ങനെ എല്ലാത്തിലും ജിഗുകളെ കുറിച്ചുള്ള ജ്ഞാനം വേണം. ഫിക്സറുകൾ, ടെംപ്ലേറ്റുകൾ, ഈസി മെത്തേഡുകൾ, എളുപ്പമായ രീതികൾ, സർവോപരി സേഫ്റ്റി, സുരക്ഷ, ഈ അറിവ് എല്ലാം ഉണ്ടാകുന്നത് മികച്ചൊരു ഫാബ്രിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഫാബ്രിക്കേറ്റർക്ക് അപകടം പറ്റുന്നില്ല. അപകടം എവിടെ നിന്നും വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആർക്കും അറിയില്ല. അത് കാറ്റ് പോലെയാണ്, വായു പോലെയാണ്. എവിടെ നിന്നോ വരുന്നു, നമുക്കറിയില്ല. കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങോട്ടേക്കോ പോകുന്നു, അതും കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ഇലകൾ ആടുന്നത് കണ്ടോ, ചില വസ്ത്രം പറക്കുന്നത് കണ്ടോ ഒക്കെ മാത്രം ഊഹിക്കാൻ പറ്റും എന്നതൊഴികെ കാറ്റ് കാണാൻ പറ്റില്ല. കാറ്റിന്റെ വായുവിനെ കാണാൻ പറ്റില്ല. അപ്പോ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാത്തിലും അറിവ് വേണം. പ്രത്യേകിച്ച് കൃത്യതയിൽ ശ്രദ്ധ വേണം. അക്യുറസി എന്ന വാക്ക് വലിയൊരു ഫോർമുലയായി, വലിയൊരു സൂത്രവാക്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിനെ സമീപിക്കാൻ. അപ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാവില്ല. കാരണം കൃത്യതയോടുകൂടിയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് കൃത്യമാണോ? തെറ്റാണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സ് പറയും ഇതല്ല കൃത്യതയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അപകടങ്ങൾ സ്വയം വരികയില്ല, മറ്റുള്ളവർക്ക് വരികയില്ല, മെറ്റീരിയലിന് വരികയില്ല, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സിന് വരികയില്ല. സുരക്ഷയോടുകൂടി ജോലി ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ദിവസം ആശംസിക്കുന്നു.